പുതുരുചി തേടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വെള്ളിയാഴ്ചയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. അതിരുചികരമായ ആരോഗ്യകരമായ പച്ചമല്ലി ചിക്കൻ കറിയാണ് ഇന്നത്തെ വിഭവം. അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ദയവായിട്ട് ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ ലൈക്കുകൾ അറിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഒരല്പം വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു 15 ഗ്രാം ഇഞ്ചിയും വെളുത്തുള്ളിയും ലൈറ്റായിട്ട് ഫ്രൈ ചെയ്യുക. അതിൻ്റെ കൂടെ 4 പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ട് വെറുതെ റഫായിട്ട് കട്ട് ചെയ്താൽ മതി. ഇഞ്ചിയും എടുത്തിട്ട് തോല് കളഞ്ഞ് പച്ചമുളക് അതുപോലെ തന്നെ ഇതെല്ലാം ചേർത്ത് റഫായിട്ട് കട്ട് ചെയ്താണ് ഈ അല്പം എണ്ണയിൽ ഞാൻ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത്, ഓവറായിട്ട് ഫ്രൈ ചെയ്ത് കരിച്ച് കളയരുത്. ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കൊരു 4-5 കറിവേപ്പില ഇല അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അതും ചേർത്ത് ഫ്രൈ ചെയ്യാം. അതിനുശേഷം ഒരു 1/2 കപ്പ് മല്ലിയില കട്ട് ചെയ്ത് 1/2 കപ്പ് നല്ല അമർത്തി എടുത്ത ഒരു 1/2 കപ്പോളം മല്ലിയിലയും നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് ചേരുവകൾ ചേർത്ത് ഒരു ചെറിയ തീയിൽ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു. ഓവറായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ പോവും, കരിഞ്ഞു പോവും, മണവും ഗുണവും എല്ലാം മാറും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറുതായിട്ടൊന്ന് അതൊന്ന് വിൽറ്റാകാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് വാടാൻ വേണ്ടി മാത്രമാണ് ഇതിൽ ഫ്രൈ ചെയ്യുന്നത്. അതൊന്ന് വാടിയതിനു ശേഷം നമുക്കിതൊരു മിക്സി ജാറിലേക്ക് മാറ്റാം. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, കുരുമുളക് ചേർത്ത് കൊടുക്കുന്നു. ഒരു 10 മില്ലി വിനെഗർ ചേർത്ത് കൊടുക്കുന്നു. വിനെഗർ നമുക്കറിയാം ഇത്തരം മത്സ്യ വിഭവങ്ങൾക്കൊക്കെയും അത് കുക്കിംഗ് ടൈമിനെയും അതിൻ്റെ ടെക്സ്ചറിനെയൊക്കെ ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കും. എന്തിനും പോലെ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു ഈ സമയത്ത്. വെളിച്ചെണ്ണ നാളികേരത്തിനാണ് ഒരു 15 മില്ലി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് അടച്ച് വെച്ച് നന്നായിട്ട് ഒരു കോഴ്സ് പേസ്റ്റായിട്ട്, അതായത് ഫൈൻ പേസ്റ്റ് ആവേണ്ട, ഒരു തരിതരിപ്പ് കിടക്കുന്ന രീതിയിൽ അരച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ചിക്കൻ്റെ കാലിൻ്റെ പീസുകളാണ്. 2 കാലാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1/2 കിലോളം ഉണ്ട്. കാലിൻ്റെ പീസ് ഇല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് പീസൊക്കെ ആയാലും കുഴപ്പമില്ല. പക്ഷേ കാലാകുമ്പോൾ രുചി കൂടും. കാരണം ഇത് പ്രത്യേക ഡ്രൈ ആയിട്ടുള്ള ഗ്രില്ല് ചെയ്തെടുക്കുന്നതിൽ വറുക്കുന്നൊരു ഡിഷാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിരിക്കുന്ന കാലിൻ്റെ പീസ് എടുക്കുന്നു. അതിനുശേഷം ഈ മസാലകൾ 2 വശവും നമ്മളിത് കൂട്ടിപ്പിടിച്ച് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ചില്ലറിൽ നമുക്ക് ഇതൊരു 2 മണിക്കൂറോളം സൂക്ഷിക്കണം. ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. ഒരു കാരണവശാലും പുറത്ത് വെക്കരുത്, ചില്ലറിൽ സൂക്ഷിക്കുക. അതിനുശേഷം ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കും. നമുക്കിത് ചെറുതായിട്ട് ചെറിയ തീയിൽ ഷാലോ ഫ്രൈ മെത്തേഡ് സ്റ്റീമിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ, ഏകദേശം ഒരു 50 മില്ലിയോളം വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുന്നു. ചെറിയ തീയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളത് വെള്ളമോ മറ്റു കാര്യങ്ങളൊന്നും ചേർന്നില്ല. അരപ്പ് ആ കാര്യങ്ങളെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അതിലേക്ക് ചേർത്ത് വെക്കുന്നു. നന്നായിട്ട് ചെറിയ തീയിൽ അത് 2 പുറവും നമുക്കൊന്ന് പൊള്ളിച്ച് എടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. ഇത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വളരെ എളുപ്പമാണ്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീടുകളിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ പല വൈദേശിക രുചികളുടെയും പിന്നാലെ പായുന്ന ഈ കാലഘട്ടത്തിൽ പല ചിക്കൻ്റെ 100 കൂട്ടം വിഭവങ്ങൾ നാട്ടിൻപുറത്തുനിന്ന് സുലഭമാണ്. ആ സമയത്തൊക്കെയും ഹെൽത്തി അല്ലാത്ത, ആരോഗ്യപ്രദമല്ലാത്ത അത്തരം വിഭവങ്ങൾക്ക് പിന്നാലെ പായുന്നതിന് മുൻപ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും രുചികരവും ആരോഗ്യപ്രദമായ ഇത്തരം ഡിഷുകൾ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് ഒരു ഭാഗം ഫ്രൈ ആയതിനു ശേഷം അടച്ച് വെച്ച് ഒരു സ്റ്റീമിങ്ങിന് വേണ്ടിയാണ്. സ്റ്റീമിങ്ങും ഫ്രൈയും കൂടെ ചേർത്ത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം എടുക്കും ഒരു സൈഡിൽ കുക്കാൻ. അപ്പം ആ ചിക്കൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി ഒരുവിധം ഇപ്പം ഫ്രൈയിങ് മാറി ഒരു സ്റ്റീമിങ്ങിലേക്ക് വരുന്നതാണ്. അത് നമുക്ക് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ്റെ ആ ഒരു സൈഡ് ഏകദേശം വെന്തിട്ടുണ്ടാകും. ഇപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മറുസൈഡിലേക്ക് മറുസൈഡ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ഒരുപാട് എണ്ണയോ ഒന്നും അല്ലെങ്കിൽ വെള്ളമോ ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അല്പം എണ്ണയിൽ മാത്രമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. തിരിച്ചിട്ട് നമ്മൾ വീണ്ടും ഇതേപോലെ ആ മസാല കൂട്ടുകളെല്ലാം അതിലേക്ക് ചേർത്ത് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് കവർ ചെയ്ത് ആ ചെറിയ തീയിൽ നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്യാം. ഒരുപാട് രുചികരമായ ചിക്കൻ്റെ വിഭവങ്ങളൊക്കെയും നമ്മൾ എന്നും കാണാറുണ്ട്. പക്ഷേ ഇത് ഒരു വ്യത്യസ്തമായാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഞാൻ ആദ്യം എടുത്ത് പറയുന്നു. മല്ലിയിലയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഒരുപാട് പ്രത്യേകതകൾ അടങ്ങിയ മൂലകങ്ങളും ചേരുവകളുമാണ് ഇതൊക്കെ. അമിതമായ എണ്ണയോ അമിതമായ കൊഴുപ്പുകളോ ഇല്ലാതെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഈ ചിക്കൻ നല്ല രുചികരമാണ്. നല്ല പ്രത്യേക ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളും ഉള്ളതാണ്. അതുകൊണ്ട് ആ ഒരു സൈഡും ഏകദേശമൊക്കെ ഇതായി കഴിഞ്ഞിരിക്കുന്നു.
നന്നായിട്ട് അല്പം നമ്മളിപ്പോൾ നേരത്തെ പച്ച നിറമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറി ആ കളറൊക്കെ ഒന്ന് മാറി ഒരു അല്പം ഏകദേശം ഒരു ബ്രൗൺ നിറത്തിലേക്കൊക്കെ പോകും. കാരണം ഓഫ് കോഴ്സ് അതൊരു പച്ച നിറം മാറി അതൊക്കെ ആകുമ്പോൾ അതിൻ്റെ നിറം മാറാനുള്ള ചാൻസുകൾ ഏറെയാണ്. അത് കുഴപ്പമില്ല. ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് ആ ചിക്കൻ 2 സൈഡും കുക്കായി ഏകദേശം നമുക്ക് ആ മസാലകളെല്ലാം ഒന്ന് അതിൻ്റെ മേലിലേക്ക് തേച്ച് പിടിപ്പിച്ച് 2 സൈഡും ഒന്നുകൂടെ തിരിച്ച് മറിച്ച് വിട്ട് തുറന്ന് വെച്ച് ആ ചെറിയ ആ എണ്ണയിൽ ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമുക്കിതൊരു സ്നാക്സായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, അതായത് നമ്മുടെ ഡിന്നറിൻ്റെ കൂടെ ലഞ്ചിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് മറ്റേ ചപ്പാത്തി കൂടെയൊക്കെ ഇത് ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ചിക്കൻ വിഭവമാണിത്. നമുക്കൊരു കുറച്ച് സാലഡ്സും അതുപോലെ തന്നെ ചപ്പാത്തിയോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ചോറിൻ്റെ കൂടെക്കാളും നല്ല ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ബ്രെഡ് ഐറ്റംസ് ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ആ മസാല കൂട്ടുകളെല്ലാം നമ്മൾ ആ ചിക്കൻ്റെ മേലിലേക്ക് പുരട്ടി അതൊന്നും പുറത്ത് പോകാതെ നല്ല ഭംഗിയായിട്ടൊന്ന് മുരിച്ച് സൈഡും മുരിച്ചെടുക്കുന്ന ലാസ്റ്റ് സ്റ്റേജിലാണിത്. അത് രുചികരമായ ആ ഒരു ചിക്കൻ്റെ പച്ചമല്ലി ചിക്കൻ വേറെ റെഡി ആയിരിക്കുന്നു. നല്ല ഭംഗിയായിട്ട് പ്ലേറ്റിൽ അല്പം റൈസും കാര്യങ്ങളോട്ടൊക്കെ ഞാനിത് സെർവ് ചെയ്യുന്ന ഒരല്പം സാലഡോ വെജിറ്റബിൾസോ കട്ട് ചെയ്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങളുടെ യുക്തിക്കും ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വിഭവങ്ങൾ മാത്രമാണ് ഫുഡ് യൂബിൽ എല്ലാ വെള്ളിയാഴ്ച ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കോംപ്ലിക്കേറ്റഡ് ഒത്തിരി റെസിപ്പീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും നമ്മൾ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളിത് കണ്ട് വെറുതെ പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം, വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോകൾ നല്ല റീച്ചുകളിലേക്ക് പോവുകയുള്ളൂ. നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളും വളരെ അത്യന്താപേക്ഷിതമാണ് ഇത് വീഡിയോയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന്. തീർച്ചയായിട്ടും ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഒക്കെ ഞങ്ങളെ എഴുതി അറിയിക്കണം. ഏവർക്കും നല്ലൊരു വാരാന്ത്യം ആശംസിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഫുഡ് യൂബിൻ്റെ ഈ പുത്തൻ രുചി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു രുചിയുമായി കാണുമ്പോഴേക്കും ഷെഫ് സുജു ഫിലിപ്പ് സൈനിങ് ഔട്ട്. രുചിയുടെ പൂരം കൊടിയേറട്ടെ, സന്തോഷത്തിൻ്റെ പൂത്തിരികത്തട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ആൾ.